Celebrating 50 years. Majestic Jewelers. സ്വകാര്യ ലാബുകളിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നടുറോഡിൽ കണ്ടെത്തി. പൊന്മുണ്ടം ബൈപ്പാസിൽ തിങ്കളാഴ്ച രാവിലെയാണ് സിറിഞ്ചും രക്തം ശേഖരിക്കുന്ന ട്യൂബുകളും അടക്കം റോഡിൽ കണ്ടത്. മാലിന്യം കൊണ്ടുപോയ വാഹനം കൽപ്പകഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാവിലെയാണ് സിറിഞ്ചുകളും രക്തസാമ്പിളുകളും റോഡിൽ ചിതറിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ പോലീസിലും ആരോഗ്യവകുപ്പിലും വിവരമറിയിക്കുകയായിരുന്നു. റോഡിൽ വീണ് വാഹനങ്ങളുടെ ടയറുകൾ കയറിയതിനാൽ ബോട്ടിലുകൾ പൊട്ടി രക്തസാമ്പിളുകൾ ചിതറിയ നിലയിലായിരുന്നു. ഇതേ തുടർന്ന് വാഹനങ്ങൾ മാറിപ്പോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നാട്ടുകാർ നൽകി. ലാബുകളിൽ നിന്ന് വേസ്റ്റ് ശേഖരിക്കുന്ന കമ്പനിയുടെ വാഹനത്തിൽ നിന്ന് വീണതായിരുന്നു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളവ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതും അടച്ചുറപ്പുള്ള വാഹനങ്ങൾ കൊണ്ടുപോകേണ്ടതുമാണ്. എന്നാൽ ഏറെ നിരുത്തരവാദപരമായ സമീപനമാണ് ഇവരിൽ നിന്ന് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഉപേക്ഷിച്ചതാണോ അതല്ലെങ്കിൽ ഗുരുതരമായിട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ബയോവേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ റോഡിൽ കിടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽ വരുന്ന പക്ഷം കൽപ്പകഞ്ചേരി പോലീസിലും അതേപോലെ പൊന്മുണ്ടം ആരോഗ്യ വകുപ്പിനെയൊക്കെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഒരു രോഗ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിൽ അത്രക്കും ഗുരുതരമായിട്ടാണ് ഇപ്പോൾ റോഡിൽ കിടക്കുന്നത്. കൽപ്പകഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ സ്ഥലം സന്ദർശിക്കാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലാബുകളിൽ നിന്ന് ഏതെങ്കിലും പ്രൈവറ്റ് ലാബിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിൽ നിന്ന് അവർ എടുത്തിട്ടുള്ള ബ്ലഡിന്റെ സാമ്പിളുകളൊക്കെയാണ് ഈ റോഡിൽ ഈ പരന്നു കിടക്കുന്നത്. അതിന്റെ ഗൗരവം എന്ന് പറയുമ്പോൾ സംഭവം മറ്റു വേസ്റ്റുകൾ അതുപോലെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വേസ്റ്റാണിത്. ആ രീതിയിൽ കാണണം എന്നുള്ള രീതിയിലാണ് നാട്ടുകാരൊക്കെ ഈ രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. കൽപ്പകഞ്ചേരി CI റിയാസ് രാജയുടെ അന്വേഷണത്തിൽ മാലിന്യം കൊണ്ടുപോയ വാഹനം കണ്ടെത്തുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്തു. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് CI അറിയിച്ചു. സംഭവത്തിൽ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു.